വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി രാജകീയ പുരോഹിതവർഗം എന്ന വിശിഷ്ട വിഷയത്തെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങളുടെ കൂട്ടത്തിൽ പൗരോഹിത്യശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർ നടത്തിവന്ന യാഗങ്ങൾ ലേവ്യ പുസ്തകം 7-ാമത്തെ 37-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നാം അകൃത്യയാഗത്തെക്കുറിച്ചാണ് വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം വീണ്ടും തുടരുന്നു. ആദാം എന്ന ഏകൻ ചെയ്ത അതിക്രമവും ലംഘനവും നിമിത്തം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17-ാമത്തെ വാക്യവും 3-ാം അധ്യായം 6, 11, 12 എന്നീ വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സർവഭൂമിയും ഭൂമിയിൽ പിന്നീട് അവനിൽ കൂടി ജനിച്ച സകല മനുഷ്യരും പാപസംബന്ധവും അകൃത്യസംബന്ധവുമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതുപോലെ ഏകനായ ദൈവകുഞ്ഞാടിൻ്റെ അകൃത്യയാഗത്തിൽ കൂടി യേശുക്രിസ്തു തന്നെത്താൻ സ്വയമായി അർപ്പിച്ച അകൃത്യയാഗത്തിൽ കൂടി അതിന് വാക്യമുണ്ടോ? ഉണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 2-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ മതിയാകും. ജീവകാരണമായ നീതീകരണവും യേശു ക്രിസ്തുവിൽ കൂടെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ പഠനപരമ്പരയിൽ ഊഹാപോഹമോ അനുഭവമോ ഒന്നും പറയാതെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസനീയമായ അനുഭവങ്ങൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. ഈ പരമസത്യം വിശ്വാസത്താൽ പ്രാവർത്തികാനുഭവമാക്കി ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ ആയവർ, എവിടെയുമുള്ളവർ, ഏത് ജാതിയോ നിറമോ ഭാഷയോ വംശമോ ആയവർ, വിശ്വാസ ജീവിതാനുഭവത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചെയ്ത സകല ലംഘനങ്ങളെയും, അതായത് സകല അകൃത്യങ്ങളെയും പരിപൂർണമായി ക്ഷമിച്ചതിനാൽ അന്നു ചെയ്ത അതിക്രമങ്ങൾക്ക് വരെ ഉണ്ടായിരുന്ന എല്ലാ പാവങ്ങൾക്കും കണക്കിടാതെ ക്രിസ്തുയേശുവിൽ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുകയും ഈ നിരപ്പിൻ്റെ വചനം ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതവർഗമായിരിക്കുന്ന നമ്മെ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ലോകമെമ്പാടും നാം പോകുന്ന ഇടങ്ങളിലും ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിലും എല്ലാവരോടും പഠിപ്പിക്കേണ്ടതും ആകുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യവും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ സമീപത്തിൽ കൂട്ടിയ ശിഷ്യന്മാരോട് പറഞ്ഞ നിയോഗവുമാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം അറിയിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത് ശിഷ്യരാക്കണം എന്ന് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. എന്നിട്ട് പറഞ്ഞൊരു പദം കൂടെ ശ്രദ്ധിക്കണം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. അഥവാ ഞാൻ കൽപ്പിച്ച പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുവോ ഇല്ലയോ, ഉപദേശിക്കുന്നുവോ ഇല്ലയോ, അതിൽ കൂട്ടുചേർക്കുന്നുവോ ഇല്ലയോ, അതിൽ കുറച്ച് കളയുന്നുവോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടതിന് വേണ്ടിയും കൂടെയാണ് കർത്താവ് നമ്മളോടുകൂടെ വസിക്കുന്നത് എന്ന് മറക്കരുത്. ആയതുകൊണ്ട് വിശുദ്ധ പൗലോസ് തുടർന്ന് എഴുതിയിരിക്കുന്ന ലേഖന ശബ്ദം കേൾക്കുക. ക്രിസ്തുയേശുവിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ, നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അകൃത്യയാഗമാണ്, അതിക്രമങ്ങളുടെ അഥവാ അകൃത്യങ്ങളുടെ പാരാപ്റ്റോമ എന്ന പദമാകുന്നുവെന്ന് നാം നേരത്തെ കണ്ടതാണ്. മോചനം എന്ന വീണ്ടെടുപ്പ്, റിഡംഷൻ എന്ന ഇംഗ്ലീഷ് പദവും അപ്പോലുട്രോസിസ് എന്ന യവന പദവുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോലുട്രോസിസ് എന്ന് പറഞ്ഞാൽ പാപബന്ധനത്തെ അഴിച്ച് വിട്ട് സ്വതന്ത്രരാക്കി. അപ്പോൾ എന്തെല്ലാമുണ്ട്? അതിൽ അതിക്രമങ്ങളുടെ മോചനവും വീണ്ടെടുപ്പും ഉണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ അതിക്രമങ്ങളാലും പാരാപ്റ്റോമ, പാപങ്ങളാലും ഹമാർഷ്യ മരിച്ചവരായിരുന്ന നമ്മെ ദൈവം ഉയർപ്പിച്ചു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ലും 5-ലും, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും ഉയർപ്പിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്ന യവനപദം, ഇംഗ്ലീഷ് പദം റേസ്ഡ് എന്നാണ്. യവനപദം അനാസ്റ്റേസിസ് എന്നാണ്. അതായത് അനസ്തീഷ്യ കൊടുത്തു മയക്കിയ വ്യക്തിയെ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ആ അനസ്തീഷ്യ മയക്കം മാറ്റി പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം.
നിഷ്കളങ്കരായി ഈ ലോകത്തിൽ സൃഷ്ടിച്ച ആദാമ്യ വംശം പാപം ചെയ്ത അവസ്ഥയിൽ നിഷ്കളങ്കത്വം നഷ്ടപ്പെട്ട് കളങ്കിതനായി തീർന്നു. ആ നിഷ്കളങ്കത്വ അവസ്ഥയിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് കർത്താവായ യേശു ക്രിസ്തു അകൃത്യയാഗത്തിൽ കൂടെ നിർവഹിച്ചതെന്ന പരമസത്യം മറക്കരുത്. ഇപ്രകാരം അകൃത്യവും ലംഘനവും ക്ഷമിക്കപ്പെട്ട് ദൈവവുമായി നിരപ്പ് പ്രാപിച്ചവർ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, അറിയാതെയുള്ള കാര്യമാണ്, ആത്മീയരായ ദൈവജനം അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിനാൽ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയും വീണ്ടും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സൂക്ഷിക്കുകയും വേണം എന്ന് ഗലാത്യർ 6:1 കാണുന്നു. ആരാൻ്റെ തടി കാട്ടിലെ ആന പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ ആരോ എന്തോ ചെയ്തു എന്ന് ചിന്തിച്ച് അവരെ ഉപേക്ഷിക്കരുത്. അവരെ വീണ്ടും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കേണ്ട ചുമതലയും കൂടെ രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നു. അകൃത്യയാഗ വിഷയത്തെ സംബന്ധിച്ച് തുടരുന്നു. 1. ഒരുവൻ സാക്ഷിയായി സത്യവാചകം കേട്ട ശേഷം കണ്ട ശേഷം അത് മറ്റുള്ളവരോട് അറിയിക്കാതെ പാപം ചെയ്താൽ, അകൃത്യം ചെയ്താൽ, അതാണ് അകൃത്യയാഗം നടത്തുന്ന വിഷയത്തിൻ്റെ തെറ്റ് അഥവാ ലംഘനം. അകൃത്യയാഗമായി ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായിട്ട് കൊണ്ടുവരണം. നോക്കണം, ലേവ്യപുസ്തകം 5-ാമത്തെ വാക്യമാണ്. അറിഞ്ഞതും കേട്ടതും അറിയിക്കാതെ പാപം ചെയ്താൽ, അപ്പം നാം പാപം ചെയ്യുന്നുവോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പാപം ചെയ്യുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും നാം ദിവസം തോറും ചെയ്യുന്ന 7 കൂട്ടം പാപങ്ങൾ വിശുദ്ധന്മാരുടെ കാര്യമാണ്, തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിന് പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം. ലേവ്യപുസ്തകം 5-ാം 7 ആ കുറുപ്രാവിനെയോ 2 കുറുപ്രാവിൻ 2 കുറുപ്രാവിൻ കുഞ്ഞിനെയോ അതിന് വകയില്ല എങ്കിൽ, അപ്പോൾ ആടിന് വകയില്ലെങ്കിൽ കുറുപ്രാവിനെ കൊണ്ടുവരാം. കുറുപ്രാവിന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരേണം. ലേവ്യപുസ്തകം 5:11. വിശുദ്ധ സാധനം സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പോയാൽ, ഒന്നാമത് അറിയാതെ ചെയ്ത പാപം, രണ്ടാമത് വിശുദ്ധ സാധനം സംബന്ധിച്ച് അതെന്തെല്ലാമാണെന്ന് പിന്നാലെ വിവരിക്കുന്നുണ്ട്. അതിക്രമം ചെയ്തു പോയാൽ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി കൊണ്ടുവരേണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് പിഴച്ചതിന് വിശുദ്ധ വസ്തുവും അതിനോട് ചേർന്ന് 1/5 കൂടി ഫൈനും കൂട്ടി പുരോഹിതന് കൊടുക്കണം എന്ന് ലേവ്യപുസ്തകം 5:14-16. നോക്കണമേ, വിശുദ്ധ സാധനം സംബന്ധിച്ച് തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വരുന്ന ശിക്ഷ. 3. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും, തിരുവചനത്തിൽ വലിയ കൽപ്പന, ശ്രേഷ്ഠകൽപ്പന, അരുത് കൽപ്പന എന്നിങ്ങനെ പലവിധ കൽപ്പനകളായി വകതിരിച്ചിട്ടുണ്ട്. അതിൽ ചെയ്യരുതെന്ന് കൽപ്പിച്ച വിഷയത്തിൽ ഏതെങ്കിലും ഒരുവൻ പിഴച്ചുപോയാൽ ഈ ഊനമില്ലാത്ത ഒരു കോലാട്ടുകൊറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. ഇത് അകൃത്യയാഗം. ലേവ്യപുസ്തകം 5-ാം 17 വരെയുള്ള വാക്യങ്ങൾ. ഇவ்வித വിഷയങ്ങളൊക്കെ ദൈവസഭകളിൽ സവിസ്തരമായി വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്നുണ്ടോ? വിശ്വാസികൾ ഇത് അറിഞ്ഞിരിക്കുന്നുവോ എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്യരുതെന്ന് കൽപ്പിച്ചതും വിശുദ്ധ വസ്തു സംബന്ധിച്ച് തെറ്റ് ചെയ്യുന്നതും അറിഞ്ഞത് അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കുറ്റം ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് ശുശ്രൂഷയ്ക്ക് വന്ന് ഇരിക്കുന്ന ശുശ്രൂഷനും കൂടെ ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ബലപ്പെട്ടു നിൽക്കുമോ എന്ന ചോദ്യം കൂടെ ഇന്നത്തെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ശുശ്രൂഷകന്മാരും ചിന്തിക്കണം. 4. ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഫോഷ്കു പറയുകയോ വഞ്ചന ചെയ്യുകയോ കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് കള്ളം പറയുകയോ ചെയ്താൽ ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ മോഷ്ടിച്ചെടുത്തതോ വഞ്ചിച്ചെടുത്തതോ അതിൻ്റെ മുതലോട് ചേർത്ത് 1/5 കൂട്ടി
ഫൈൻ കൊടുക്കുകയും അകൃത്യയാഗത്തിന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യണം. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിലുള്ളത് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ പുതിയ നിയമമുണ്ട്. പഴയ നിയമം എന്താകുന്നുവെന്ന് പുതിയ നിയമമാണ് വെളിപ്പെടുത്തുന്നത്. പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിതവർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതവർഗത്തെക്കുറിച്ചും അവർക്ക് കൊടുത്ത ശുശ്രൂഷകളെക്കുറിച്ചും കൂടെ പഠിക്കണം. അതാണ് ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം പഴയ നിയമം കളഞ്ഞു കളയരുത്. നമ്മുടെ കർത്താവും അപ്പസ്തലന്മാരും പഴയ നിയമത്തിൽ നിന്ന് ഉപദേശിക്കുകയും പഴയ നിയമ വേദഭാഗങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അകൃത്യയാഗത്തിൻ്റെ വിധിമുറയാണ് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയും അറിയുകയും ചെയ്തത് അറിയിക്കാതെ പാപം ചെയ്താൽ, അപ്പം നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്താണ് ആ പാപം? നാം അറിഞ്ഞ സത്യസുവിശേഷം ആരെയും അറിയിക്കാതെ സ്വയജീവിതം ചെയ്യുന്ന വ്യക്തികൾ അത് പാപമാണ് ചെയ്യുന്നത്. പാപം ചെയ്തുകൊണ്ട് ദിവസവും ജീവിക്കുന്നു. അടുത്തത്, ശുദ്ധിയില്ലാത്ത മൃഗത്തിൻ്റെ പിണമോ, അതായത് ചാണകമോ അല്ലെങ്കിൽ അതിൻ്റെ ശരീരമോ, നാട്ടുമൃഗത്തിൻ്റെ പിണമോ, നമ്മുടെ വീടുകളിൽ വളർത്തുന്ന മൃഗത്തിൻ്റെ പിണമോ തൊട്ട് അശുദ്ധമായത് ഒരുവൻ ചെയ്തത് തൊട്ടത് കണ്ടിട്ട് അശുദ്ധമായ വിഷയം മറച്ചു വെച്ചാൽ, അത് ബ്രദറെ അത് ചവിട്ടി നിങ്ങൾ അശുദ്ധമായി എന്ന് പറയാതെ ആ പാപം മറച്ചു വെച്ചാൽ അവൻ ചെയ്ത കുറ്റം, അവൻ ചെയ്ത പാപം ഏറ്റുപറയണം. അതാണ് വിധിമുറയാണ് നാം പഠിക്കുന്നത്. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്തത്, അവൻ അകൃത്യയാഗമായി ചെമ്മരിയാടിനെയോ കോലാട്ടിൻ കുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി അർപ്പിക്കണം. നോക്കണം, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആട്ടിൻകുട്ടിയെ അർപ്പിപ്പാൻ അവന് വകയില്ലെങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം. പുരോഹിതൻ പാപയാഗത്തിനുള്ളതിനെ തല കഴുത്തിൽ നിന്ന് പിരിച്ച് പറിച്ച് 2ആയി പിളർക്കാതെ അതിൻ്റെ രക്തം കുറെ, കാരണം മൃഗങ്ങളിലുള്ള രക്തത്തിൻ്റെ അത്രയും അളവ് പ്രാവിൻ കുഞ്ഞിനും കുറുപ്രാവിനും ഇല്ലല്ലോ. അതുകൊണ്ട് തല പിരിച്ച് കിട്ടുന്ന രക്തത്തിൽ കുറെ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം. അതിന് മാത്രമുള്ള രക്തമേ വരുന്നുള്ളൂ. അനന്തരം 2ാമത്തേതിനെ അവൻ ഹോമയാഗമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 17, 5-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും പ്രാവിൻ കുഞ്ഞിനെ യാഗമർപ്പിക്കേണ്ട വിധിമുത എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2ാമത്, അകൃത്യയാഗത്തിൻ്റെ പൊതുവെയുള്ള പ്രമാണം. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇത് അതിവിശുദ്ധമാണ്. 2ാമത്തെ വാക്യം. ഇത് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അകൃത്യയാഗത്തെയും അറുക്കണം. കാരണം എല്ലാം ഒന്ന് പാപം, മറ്റേത് അകൃത്യം ചെയ്യുന്നു. അതുകൊണ്ട് രണ്ടിൻ്റെയും യാഗവസ്തുവിനെ അറുക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതിൻ്റെ രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. കണ്ടോ, പ്രാവിൻ്റേത് പാർശ്വത്തിൽ തളിച്ചാൽ മതി, രക്തത്തിൻ്റെ അളവ് കുറവാണ്. എന്നാൽ മൃഗത്തിൻ്റെ രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കണം, അതിൽ രക്തത്തിൻ്റെ അളവ് കൂടുതലുണ്ട്. 4ാമത്, അതിൻ്റെ മേധസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, തടിച്ച വാല്, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ് ഫാറ്റ്, മൂത്രപിണ്ഡം എന്ന് പറഞ്ഞാൽ കിഡ്നി, രണ്ടും കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടെ കരളിന്മേലുള്ള വപയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യാഗവസ്തുക്കളായി സമർപ്പിക്കണം, അതിനെ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് അകൃത്യയാഗം. ശേഷിക്കുന്നത് പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും വിശുദ്ധ സ്ഥലത്തു വെച്ച് തിന്നേണം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും നിയമം ഒന്നാകുന്നു, അവയ്ക്കുള്ള പ്രമാണവും ഒന്ന് തന്നെ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതാകുന്നു അകൃത്യയാഗത്തെ സംബന്ധിച്ചുള്ള വിധിമുറകൾ. അകൃത്യയാഗത്തിന് മൃഗത്തെ അറുത്തിട്ടതിന് രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കുകയും അതിൻ്റെ ചില വിഷയങ്ങൾ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ച് ഭസ്മമാക്കുക, തൂസി ആക്കിയ ശേഷം ശേഷിക്കുന്ന വസ്തുക്കൾ
അതിനുള്ളിൽ വെച്ച് തന്നെ പുരുഷന്മാരായ പുരോഹിതന്മാർ മാത്രം ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷാകാലത്ത് നൂറുകണക്കിന് ജനങ്ങൾ തൻ്റെ ശുശ്രൂഷകൾ കാണുവാനും കേൾക്കുവാനും അനുഭവിപ്പാൻ വന്നുവെങ്കിലും പെസഹായുടെ രാത്രിയിൽ 12 ശിഷ്യന്മാരെ മാത്രം, പുരുഷന്മാരെ മാത്രം കൂട്ടി അത് ചെയ്യുവാൻ കാരണം. എന്നാൽ സഭ സ്ഥാപിക്കപ്പെട്ട ദിവസം ഭേദം വരുത്തി സ്ത്രീ പുരുഷന്മാരായി രക്ഷിക്കപ്പെട്ട സകലരെയും എല്ലാവരെയും കൂട്ടിയാണ് വിശുദ്ധ പത്രോസും ശേഷം അപ്പസ്തലന്മാരും തിരുമേശ ആചരിച്ചത്. അടുത്തത്, ദൈവപുത്രൻ ശ്രേഷ്ഠ മഹാപുരോഹിതനും അകൃത്യാഗവും തമ്മിൽ ഉള്ള താരതമ്യം. ഇസ്രായേൽ ജനങ്ങൾക്ക് ആചരിക്കേണ്ടതിന് യഹോവയാം ദൈവം കൽപ്പിച്ചു കൊടുത്ത 6 വിധ യാഗങ്ങളും, അതായത് ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യാഗം, കരപൂർണയാഗം, സമാധാനയാഗം, ദൈവകുഞ്ഞാടാകുന്ന കാൽവറി ക്രൂശിലെ പരമയാഗത്താൽ, ദൈവകുഞ്ഞാട് കാൽവറി ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പരമയാഗത്താൽ നിറവേറ്റിയതത്രേ നമ്മെ തൻ്റെ രാജകീയ പുരോഹിതവർഗം അതിനാലെയാണ് ആക്കി തീർത്തത്. കർത്താവിൻ്റെ പിടിക്കപ്പെട്ട നിമിഷം മുതൽ കാൽവറിയിൽ ക്രൂശിൽ പടയാളികൾ തന്നെ തറയ്ക്കുന്നിടം വരെ ദൈവപുത്രൻ്റെ മരണം ഉറപ്പാക്കേണ്ടതിന് പുറകിൽ നിന്ന് വിലാപ്പുറത്ത് ശൂലം കൊണ്ട് കുത്തി തൻ്റെ ഹൃദയം തുളച്ച് അകത്ത് കയറി ശൂലം പുറത്തേക്കെടുത്തപ്പോൾ രക്തവും വെള്ളവും പുറത്തു വരുന്നതുവരെ താൻ അനുഭവിച്ച പങ്കപ്പാടുകൾ ഒരു വ്യക്തിയാലും ഒരു ശാസ്ത്രജ്ഞനാലും ഒരു വൈദ്യനാലും വിവരിക്കപ്പെടുവാൻ കഴിയുകയില്ല. ഒന്നൊന്നായി അവ ധ്യാനിച്ച് നോക്കുമ്പോൾ കൂട്ടത്തിൽ സ്വതന്ത്രമായി നടന്ന നിഷ്കളങ്ക മൃഗത്തെ അകൃത്യം ചെയ്ത വ്യക്തിയുടെ അകൃത്യത്തിന് പരിഹാരമായി അഥവാ പ്രായശ്ചിത്തമായി തീരുവാൻ പിടിക്കപ്പെട്ട് കെട്ടപ്പെട്ട് യാഗപീഠത്തിൻ അരികത്തേക്ക് കൊണ്ടുവന്ന് അവയെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടി അവയെ വരപ്പെട്ട് യാഗത്തിനും നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർ അവയുടെ കുറ്റം ഇല്ലായ്മ ഉറപ്പുവരുത്തിയ ശേഷം നിലത്ത് മറിച്ചിട്ട് നിർദാരുണ്യം അറുത്ത് രക്തം ശേഖരിച്ച് തോൽ ഉരിഞ്ഞ് അതിനെ വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ച് ആന്തരിക അവയവങ്ങൾ ഓരോന്നോരോന്നായി വേർപെടുത്തി യാഗപീഠത്തിന്മേൽ ഭസ്മമാക്കിയ ശേഷം ശേഷിച്ചിരിക്കുന്ന ഭാഗങ്ങൾ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കുന്നതിന് കൃത്യമായി സമാനമായി നമ്മുടെ അകൃത്യാഗങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രൻ സകലതും നിവർത്തിച്ചു നമ്മുടെ അകൃത്യം ക്ഷമിച്ച് ആ വിഷയത്തെ ശേഷം നമ്മെ തൻ്റെ വിശിഷ്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആക്കി തീർത്തു. പത്രോസിന് 1 ലേഖനം 2-9 വാക്യം. ഇതാകും നമ്മുടെ വിചിന്തന വിഷയത്തിൻ്റെ താക്കോൽ ഭാഗം എന്നുള്ളത് മറക്കരുത്. യാഗമൃഗത്തോടുള്ള വിധിമുറ കുറുപ്രാവിനോടും പ്രാവിൻ കുഞ്ഞിനോടും ഇല്ല. അവയെ അർപ്പിക്കുന്നതിനുള്ള വിധിമുറ നാം കണ്ടു കഴിഞ്ഞതാണ്. ലേവ്യാപുസ്തകം 1-14-17 5-ാം അധ്യായം 8-ാമത്തെ വാക്യവും. അപ്പോൾ യാഗമൃഗത്തോട്, വലിയ മൃഗത്തോട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യമല്ല ചെറിയ ജീവിയാകുന്ന പറവകളോട് ചെയ്യുന്നത്. എല്ലാ കുറ്റവും ഒരേ രീതിയിൽ ഒരേ പട്ടികയിൽ പെടുത്തുകയില്ല. എല്ലാ വ്യക്തികളെയും ഒരേ രീതിയിൽ ചെയ്യുന്നില്ല. പാപസംബന്ധമായി മരിച്ച വ്യക്തി സുഖത്തിനു വേണ്ടി വീണ്ടും പാപം ചെയ്താൽ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിയുകയില്ലെന്നുള്ളത് മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പിതാവേ, കേൾവിക്കാരായ ദൈവദാസന്മാരും വിശുദ്ധന്മാരുമായ ദൈവമക്കൾക്ക് സ്തോത്രം. അവരെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. വചനം ഗ്രഹിപ്പാനും വചനം പഠിക്കുവാനും പഠിച്ചതും ഗ്രഹിച്ചതും കേട്ടതും അറിഞ്ഞതും മറ്റു മനുഷ്യരോടും പറഞ്ഞ് സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. അറിയിക്കാതെ പാപം ചെയ്ത് അകൃത്യത്തിൽ മുൻപോട്ട് പോകുവാൻ, മുഖപക്ഷം കാണിച്ച് പാപം ചെയ്യുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കണം. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് പുത്രൻ്റെ നാമത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.